അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും, ലൗ അന്ന ഖതറത്തൻ മിനസ്സഖൂമി ഖതറത്ത് ഫി ദാരിദ് ദുനിയ ലാ അഫ്സദത് അലാ അഹ്ലി ദുനിയ മഈശഹും. നിശ്ചയമായിട്ടും നരകത്തിൽ നിന്നിട്ടുള്ള സക്കൂമ് ചെല്ലെ മരത്തെ, അതിലെ ഒരു ചൊന, അതിലെ ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി ഖത്തറത്ത് ഫി ദാരിദ് ദുനിയ, ദുനിയാവിലേക്ക് എത്തിപ്പോയെങ്കിൽ ല അഫ്സദത് അല അഹ്ലി ദുനിയ മഈശഹും, ദുനിയാവിടെ എല്ലാ ആൾമാരുടെ മഈശത്ത്, അങ്ങനെ ജീവിക്കവൂ ഇവിടെ സാധ്യമാവാൻ പോവും, എല്ലാം ഫസാദാക്കി കളയും. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്, നരകത്തിൽ മനുഷ്യ എത്തിയെങ്കിൽ അങ്ക് പസി ഉണ്ടാവും, ദാഹം ഉണ്ടാവും. ആ ദാഹം ഉണ്ടാവുമ്പോൾ, പസി ഉണ്ടാവുമ്പോൾ വിവിധ തരമായ പാനീയവും അതുപോലെ ഭക്ഷണവും അങ്ക് കൊടുക്കപ്പെടും. പക്ഷേ ആ ഭക്ഷണം പിന്നെയും അങ്ങനെ വല്ലാത്ത അദാബിലേക്ക് എത്തിക്കും. ആ കൂട്ടത്തിൽ വലിയ ശിക്ഷയായിട്ട് അള്ളാഹു കൊടുക്കണേ ഒരു ഭക്ഷണമായിട്ട് സക്കൂമിടെ മരത്തിൽ നിന്നിട്ടുള്ളതായ ഭക്ഷണം. ഖുർആൻ പല ഭാഗത്തിലും ചെന്നു, ഇന്ന ഷജറത്ത സക്കൂം ത്വആമുൽ അസീം. സക്കൂമു ചെല്ലിയ മരത്തെ, ആ മര, അതിൽ നിന്നിട്ടുള്ള ഭക്ഷണം അത് ആർക്ക്? അത് കുറ്റവാളികൾക്ക്, അതായത് ദോഷിങ്ങളായ ആൾമാർക്ക് നൽകപ്പെട്ടു. യഗ്ല ഫിൽ ബുത്തൂനി കഗലിൽ ഹമീം. ഹമീം ചെല്ലിയ തന്നിരെ മനുഷ്യന്മാർ കുടിപാട്ടുമ്പോൾ നിലക്ക് അതിങ്ങനെ ഗലഗലാൻ പേച്ചണ്ടിക്കട, അതുപോലെ ഈ ഭക്ഷണവും അത് മനുഷ്യരെ ബേത്ത് കടന്നെങ്കിൽ അത് ബേത്രുക ഗലഗലാൻ ഇങ്ങനെ പേക്കിട്. ഏതുപോലെ ഭക്ഷണം തീയിൽ വെച്ചെങ്കിൽ പേച്ചണ്ടിക്കട അതുപോലെ. എന്ന് മാത്രമല്ല, അത് അങ്ങനെ മനുഷ്യരെ പിന്തുഭാഗത്തിൽ കൂടെ അതങ്ങനെ മനുഷ്യരെ ഉൾഭാഗത്തെ കരൽ കപ്പട്ട ഇണക്കമുള്ള എല്ലതും പറത്തു പോകും. അത്രയും ഘാട്ടുള്ള, അത്രയും വെച്ച് ചൂടുള്ളതായ ഒരു ഭക്ഷണമായിട്ട് സക്കൂമു ചൊല്ലിയ മരത്തെ ഭക്ഷണം. എങ്കിൽ അതിലെ ഒരു തുള്ളി മാത്ത് ദുനിയാവ് എത്തിപ്പോയെങ്കിൽ ഇനി ഈ ദുനിയാവ് മശ്രിക്കിനെ വിളിച്ചിട്ട് മഗ്രിബത്തുള്ളതായ സർവവും ഫസാദായി പോകും, നാശമായി പോകും. ഈ ഭൂമിയിലുള്ള ഒറ്റ ഒരു പ്രദേശവും ഒരു പുല്ലോ പുഷ്പങ്ങളോ അല്ലെങ്കിൽ മരമോ മട്ടുമോ ഏതും മുളക്കല്ല, എല്ലാം ബഞ്ചർ ഭൂമിയായിട്ട് തീരൂ. അത്രത്തോളം വിഷക്കാരിയായിട്ട് അതിലെ അംശങ്ങൾ. അപ്പോൾ അത്രയും ഭയാനകമുള്ള കാര്യമായിട്ട് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കും, ഫകൈഫ ബിമൻ തകൂനു തുആമഹു. എങ്കിൽ അതിനെ ഭക്ഷണമായിട്ട് കഴിക്കടെ അങ്ങനെ അവസ്ഥ എന്തായിട്ടിക്കൂ? കേവലം ഒരു ഡോട്ട്, ഒരു തുള്ളി, അതിലെ ഒരു ഭാഗ എന്തായിട്ട് ഭൂമിക്ക് ഗുണമുണ്ടായെങ്കിൽ, ഇടീ ഭൂമിയെ നാശം അവിടെ ഉണ്ടായെങ്കിൽ അതിലെ ഭക്ഷണമായിട്ട് കഴിക്കുന്നതായ നരകത്തെ ആൾമാരുടെ അവസ്ഥ എന്തായിട്ടിക്കൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ ചൊല്ലുന്നു. കേൾക്കും. അള്ളാഹു നാളെ കാത്തുരക്ഷിക്കട്ടെ. ഇത്രയും ഭയാനകമായിട്ട് ഇന്നൊരു ഹദീസ് കണ്ട് അഹ്മദ് റിപ്പോർട്ട് ചെയ്തു. ലോ അന്ന മിക്മഹൻ മിൻ ഹദീദിൻ ഉദിയ ഫിൽ അർളി ഫജ്തമഅ ലഹു സഖലാനി മാ ഖലൂഹു മിനൽ അർള് മിനൽ അർള്. പ്രസവമാത്ത് നരകത്തെ ആൾമാർക്ക് അടിക്കപ്പെട്ടതായ ദണ്ടുക, മലായിക്കത്ത് മലക്കുങ്ങ ദണ്ട് കൊണ്ടും നരകത്തെ ആൾമാരെ നിരന്തരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കലേ. അതിലെ ഒരു ദണ്ട് ദുനിയാവ് വെക്കപ്പെട്ടിട്ട് എന്നിട്ട് ഫജ്തമഅ ലഹു സഖലാൻ, ദുനിയാവിലുള്ള സർവ്വ ആൾമാരും ആദം നബി അലൈഹി ഇസ്ലാമിനെ പിടിച്ചിട്ട് ലോകാവസാനം വരെ ഉള്ളതായ എല്ലാ ആൾമാരും, അതിലെത്ര വലിയ വെയ്റ്റ് ലിഫ്റ്റർമാർ ഇക്കുവാർ, വലിയ പൈൽമാന്മാർ ഇക്കുവാർ, കുസ്തി പട്ടുമാർ, അങ്ങെല്ലാവരും കൂടിയിട്ട്, മാത്രമല്ല സഖലാന് ചെന്ത് ജിന്നുവർഗവും കൂടിയിട്ട് ഈ ഒരു ദണ്ടരെ വയത്തുക ഭർത്തായെങ്കിൽ അങ്കത് സാധ്യമാവില്ല. അതിലെ വയത്തുക സാധ്യമാവല്ല. ഒരു ദണ്ടരെ വയത്തുക സാധ്യമില്ല. അത്രയും ദിന്നുമുള്ളതായ ഒരു ദണ്ടായിട്ടിക്കട്. വലൗ ളുരിബൽ ജബലു
ബി മിഖ്മഹിം മിൻ ഹദീദ്, ആ ദണ്ട് കൊണ്ട് ഈ ദുനിയാവിലുള്ള ഒരു വലിയ പർവ്വതത്തെ അടിച്ചിട്ടായെങ്കിൽ പിന്നെ തഫത്തത്ത് വആദ ഗുബാറൻ, ആ പിന്നെ ആ പർവ്വതം എല്ലാം പൊടിയായിട്ട് പോകും, ധൂളിപ്പട്ടായിട്ട് പോകണ്ടു. കമായുൽ റബു അഹ്ലുന്നാർ, നരകത്തെ ആൾമാർക്ക് അടിക്കപ്പെടും പോലെ ഈ ഭൂമി ലോകത്തുള്ള വലിയ വലിയ പർവ്വതത്തിൽ അത് അടിച്ചിട്ടായെങ്കിൽ ആ പർവ്വതത്തെല്ലാം ധൂളിപ്പട്ടായി പോകണ്ടു. എങ്കിൽ മനുഷ്യരവസ്ഥ എന്തായിരിക്കും? നരകത്ത് കിടന്ന മനുഷ്യവും ആ നിരന്തരമായിട്ടും ആ ദണ്ടിൽ നിന്ന് അടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയാനകമായ ഒരു അവസ്ഥയായിരിക്കും നരകത്തെ ശിക്ഷ. സ്വർഗത്തെ വിഷയം നമുക്ക് കുറേ കേട്ട, എങ്കിൽ നരകത്തിൽ അതിനായിട്ട് വലിയ ഭയാനകത്തെ നമുക്ക് കാണുകയുള്ളൂ. അതുകൊണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് മാലി അറ മീകാഇല ലം പിന്നെ ലാഹിക്കൻ ഖത്ത്, ഞാൻ ബഹുമാനപ്പെട്ട പിന്നെ മീകാൽ അലൈഹിസ്സലാമിനെ കണ്ട പിന്നെ മൂപ്പർ തീരെ ചിരിക്കാത്ത കാരണം എന്തേണ്ട് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടത്. ശരി, ബാക്കിയുള്ള മലക്കുകളെ വന്നെങ്കിൽ നന്നിട്ട് ചിരിക്കാറ് പലക്ക വരാറ്, എങ്കിൽ മീകായിൽ അലൈഹിസ്സലാമിനെ ഞാൻ ഇത്രത്തോളം ചിരിച്ചതായിട്ട് കണ്ടിട്ടില്ലല്ലേ എന്ന് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ചെന്ന് മീകായിൽ നരകത്തെ അവർക്ക് കണ്ടെന്ന്. നരകത്തെ കണ്ടാൽ പിന്നെ മീകായിൽ അലൈഹിസ്സലാമിൻ്റെ മുഖത്തിൽ ചിരിനാ കണ്ടിട്ടില്ല. നരകം അത്രയും ഭയാനകമായിരിക്കും. നിങ്ങൾ ആർക്കും ഗ്യാരണ്ടി അല്ലല്ലേ. ഇബ്ലീസ് പോലും കൂടെ തപ്പിയപ്പോൾ അള്ളാഹു ഇബ്ലീസിനെ നരകത്തെ അഹൽക്കാരിൽ പെടുത്തില്ലേ. അപ്പോൾ ആരെയും ഗ്യാരണ്ടി അല്ല. അതുകൊണ്ടായിരിക്കും മീകായിൽ അലൈഹിസ്സലാം നരകത്തെ കണ്ടാൽ പിന്നെ മുഖത്തിൽ ചിരി വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇത്ര കൊസിയും റാഹത്തിലും ജാലിലുള്ള എന്തായിട്ടിക്കും സ്വർഗത്ത് മാത്രം ഞങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ നരകത്ത് പോകേണ്ടി പണ്ട് ഞങ്ങളുടെ അവസ്ഥ എന്തായിട്ടിക്കും. ആ വിഷയത്തിൽ വലിയ പേടി ഞങ്ങൾക്ക് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നല്ലൊരു പേടി ഞങ്ങളുടെ കൽബിലിട്ട് തന്നിട്ട് അള്ളാഹു തഖ്വ ചെയ്ത് ജീവിക്കുക നമുക്ക് എല്ലാവരും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.